ലോ എക്സാംസ് ഇന്നലെ കഴിഞ്ഞ് ആൻഡ് ഒരുപാട് പേര് മെസ്സേജസ് ഉണ്ടായിരുന്നു ആൻഡ് അവർക്കൊക്കെ ഞാൻ ഇൻഡിവിജ്വൽ റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇന്നിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് 1 ഡേ കഴിഞ്ഞിട്ട് പോലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ ദാറ്റ് ഇന്നും ഇപ്പോൾ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സി പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? പേപ്പർ ടെക്നിക്കലായിരുന്നോ, ഈസി ആയിരുന്നോ? നോർമലി ഞാൻ ഇങ്ങനത്തെ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും എക്സാം കഴിഞ്ഞാൽ ചെയ്യാൻ നിൽക്കാറില്ല. ഐ ആർ സ്റ്റുഡൻസ് ടു വെയിറ്റ് അൺടിൽ ഓൾ ദി എക്സാംസ് ആർ ഓവർ എന്നിട്ട് ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ വെക്കാറുള്ളത്. പക്ഷേ ലൈക്ക് ഐ സെഡ് ഓവർ ഹിയർ വാട്ട് ഐ ഫെൽറ്റ് വാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഓർ ഞാനിതൊക്കെ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ മേ ബി ഐ വോണ്ട് യു ടു ഫോക്കസ്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ കേസില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഒന്നാണ് പോസ്റ്റ്പോൺ ചെയ്ത് ഇവിടെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡൗട്ട് ക്ലിയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു ക്ലിപ്പിങ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ടോപ്പിക് എന്താണെന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫുള്ളായിട്ട് വായിക്കാനുള്ള ചാൻസ് കിട്ടണം എന്നില്ല. ബിക്കോസ് ICA സാധാരണ പറയാറ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും എന്നാണ്. വളരെ ക്യൂട്ട് പേരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. ICA നിങ്ങൾക്ക് തരാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കാണ്, ഒരു സ്റ്റോറി ബുക്കും. അതിൽ കുറേ പേജസ് ഉണ്ടാവും. സോ അതല്ല 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ വായിച്ച് തീർക്കാൻ പറ്റണം എന്നില്ല. മേക്ക് ഷുവർ യു ആർ റെഡി, യു ഹാവ് പ്ലാൻഡ്. നിങ്ങൾ ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാം സെറ്റാണ്. സോ നൗ സീ ഹൗ വാസ് ദ പേപ്പർ. ഐ വെന്റ് ത്രൂ ദ പേപ്പർ ആൻഡ് ഫസ്റ്റ് റിയാക്ഷൻ വാസ് നല്ല ലെങ്തി ആയിരുന്നു. ആൻഡ് ഞാൻ ഒരു കാമായിട്ടിരുന്ന അറ്റ്മോസ്ഫിയറിൽ വായിക്കണ പോലെയല്ല നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതുണ്ടാവുക എക്സാം ഹാളിൽ ഇരുന്നിട്ട് വായിക്കുമ്പോൾ. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, എത്രയോ വർഷമായിട്ട് ലോ എന്നുള്ള പേപ്പർ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ വായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആസ്പെക്റ്റിലല്ല എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് പോകുന്നു. നിങ്ങളത് വായിക്കുന്നുണ്ടാവും. നിങ്ങളുടെ തലയിൽ അക്കൗണ്ട്സും ടാക്സും കോസ്റ്റിങ്ങും ലോയും എല്ലാം കടന്ന് കറങ്ങി കളിക്കുന്നുണ്ടാവും. എൻ്റെ തലയിൽ എനിക്ക് ലോ മാത്രമേ ഓടാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മേ ബി ഞാൻ ക്യാച്ച് ചെയ്യണ പോയിൻറ്റ്സോ കാര്യങ്ങളോ അത്ര പെട്ടെന്ന് നിങ്ങളിപ്പോൾ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യണം എന്നില്ല. കൺസിഡറിങ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻ മൈൻഡ്, പേപ്പർ അത്യാവശ്യം നല്ല ടെക്നിക്കലായിരുന്നു, നല്ല ലെങ്തി ആയിരുന്നു. യെസ്, ടോപ്പിക്സ് അവിടെ ഇവിടെയും എല്ലാം ഉണ്ട്. നമ്മൾ പഠിപ്പിച്ചതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതായിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളല്ലോ ഓർ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്തതായിട്ടും ഉള്ള പോയിൻറ്റ്സ് എല്ലാം എക്സാമിലുണ്ട്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്ത മെത്തേഡ് ട്രിക്കിയാണ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ബട്ട് ദ പോയിന്റ് ദാറ്റ് ഐ വോണ്ട് ടു ഫോക്കസ് ഓവർ ഹിയർ ഇസ്, ഇപ്പോൾ എന്നോട് വരെ എൻ്റെ ഒരുപാട് ഫാക്കൽറ്റി പറഞ്ഞൊരു പോയിൻറ്റ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോയിൻ്റ് ആയിരുന്നു. നോ മാറ്റർ ഒരു പേപ്പർ എത്ര ടെക്നിക്കലായി കഴിഞ്ഞാലും അടുത്ത പേപ്പറിന് നമ്മൾ ആബ്സെൻ്റ് ആവാൻ പാടില്ല. നമ്മളത് പോകണം, എഴുതണം. ഇത് പലപ്പോഴും ICAൻ്റെ ട്രിക്കാണ്. ആൻഡ് നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് ഈ എക്സാമിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമുക്ക് മാർക്സ് കിട്ടും ചെയ്യും. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫുള്ള് അടുത്ത പേപ്പറിൽ ഉണ്ടാവുകയും ചെയ്യുക. സോ ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്. മേക്ക് ഷുവർ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് ഒരു റിഗ്രറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിട്ട് എടുക്കരുത്. നമുക്ക് ലോ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത പേപ്പറിന് ടാക്സിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഇടയിലുള്ള ലീവിൻ്റെ ഇടയിലായപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വെരി സീരിയസ് മിസ്റ്റേക്കാണ്. നോ മാറ്റർ ഹൗ മച്ച് എവർ യു തിങ്ക് അബൌട്ട് യുവർ എക്സാം, ലോ പേപ്പറിൽ നിങ്ങൾക്ക് വരാൻ പോകണ മാർക്സ് ഇനി അത് ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. ഒരു 0.5 മാർക്ക് പോലും അതിന് ഇനി കൂടാൻ പോകുന്നില്ല. നമ്മൾ ഒരുപാട് ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു കംഫർട്ടൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അത് ട്രാപ്പാണ്, ICAൻ്റെ ട്രാപ്പാണ്. അതിന് നിൽക്കാൻ പാടില്ല. പ്രോപ്പർലി ടാക്സിൽ ഫോക്കസ് ചെയ്യുക. എനിക്ക് തന്നെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾ ഒരു പെർട്ടിക്കുലർ എക്സാം ടഫായിട്ട് അടുത്ത എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം ആ സ്റ്റഡി ലീവിൽ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ കുറേ ഇൻസിസ്റ്റ് ചെയ്ത ആൾ ലാസ്റ്റ് എക്സാം ആൾ പോയി ആ ടഫായി എന്ന് പറഞ്ഞ പേപ്പറിൽ ആൾക്ക് 50+ മാർക്സ് ഉണ്ടായിരുന്നു. സോ നൗ ഇമാജിൻ ആ പേപ്പർ ഫെയിലാവുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത എക്സാം എഴുതാതിക്കുക. എന്നിട്ട് ആ പേപ്പർ പാസ്സായി അടുത്ത എക്സാമിൽ ആബ്സെൻ്റ് എന്നുള്ളൊരു സിനാരിയോ വന്നിരുന്നെങ്കിൽ. സോ നിങ്ങളായിട്ട് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കില്ലേ. ഗോ അഹെഡ്. എസ്പെഷ്യലി എനിക്ക് നമ്മൾ ആ എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്ത് സ്ഥലത്തുനിന്ന് പഞ്ചാബിൽ നിന്നൊക്കെ നമ്മൾ മലയാളി സ്റ്റുഡൻസൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെ കേസിലൊക്കെ അത് ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ എക്സാം തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ കോൺഫിഡൻസ് പോയി എന്നുള്ളത്. യു ആർ നോട്ട് ദി ഓൺലി പേഴ്സൺ ഫീലിംഗ് ദിസ്. ഇത് ത്രൂ ഔട്ട് ഉള്ളതാണ്. പേപ്പർ അത്യാവശ്യം നല്ല ടെക്നിക്കലായിരുന്നു. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ICA പേപ്പർ ടെക്നിക്കലാക്കുന്നത്. ചിലപ്പോൾ സബ്ജക്ട്സ് മാറുന്നു മാത്രം. ഈ പ്രാവശ്യമുള്ള ഓയിൽ അവർ അത്യാവശ്യം നല്ല ടെക്നിക്കലാക്കി, ഹെവി ടെക്നിക്കലാക്കി. അത് നിങ്ങളെ ഫ്യൂച്ചർ സബ്ജക്ട്സിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഡു വെൽ. ബാക്കി എല്ലാ സബ്ജക്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പേപ്പറിൻ്റെ ഡിസ്കഷനോ കാര്യങ്ങളോ എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. ടാക്സ് പൊളിക്കാം.